കോട്ടയത്തെ SFIക്കാരന് അടികിട്ടിയത് കണ്ണൂരുകാരനായ AN ഷംസീർ സഭയിൽ എഴുന്നള്ളിച്ചതും വാക്കേറ്റത്തിൽ കലാശിച്ചിരുന്നു. അതുമാത്രമല്ല, അടി കൊടുത്തവരെ ആശുപത്രിയിൽ പോയി തിരുവഞ്ചൂർ കണ്ടു എന്നും ഷംസീർ പരസ്യമാക്കിയതോടെ രംഗം വഷളായി. ഷംസീർ ഉദ്ദേശിച്ചത് ഏറ്റുമാനൂർ MLA സുരേഷ് കുറുപ്പിനെ ആയിരിക്കുമെന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ. പക്ഷേ തൻ്റെ പേര് പരസ്യമാക്കിയതോടെ സടകുടഞ്ഞ് തിരുവഞ്ചൂർ എഴുന്നേറ്റു. ഈ സഭാ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു SFI. എന്നാൽ യഥാർത്ഥത്തിൽ SFI ആയിരുന്നു കേരളത്തിൽ വേട്ടയാടിയത്. ഈ കഴിഞ്ഞ മാർച്ച് മാസം 10-ാം തീയതി MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ SFIയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അരുൺ, ക്യാമ്പസ് യൂണിയനിലെ ജനറൽ സെക്രട്ടറിയും അംഗപരിമിതനുമായ സച്ചു സദാനന്ദനെ KSU യൂത്ത് കോൺഗ്രസ് കൊട്ടേഷൻ സംഘം വാടകയ്ക്കെടുത്തവർ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റിനും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ കൊട്ടേഷൻ എടുത്തത് 29ഓളം കൊടും ക്രിമിനൽ കേസുകൾ അംഗമായ അരുൺ ഗോപൻ ഉൾപ്പെടുന്ന ആളുകളെയാണ്. യൂണിവേഴ്സിറ്റി കവാടത്തിൽ വെച്ചായിരുന്നു ഇത്തരം അക്രമം നടത്തിയത്. അക്രമം നടത്തിയവർ പറഞ്ഞത് അംഗപരിമിതനായ സച്ചുവിനോട്, ഏതായാലും നിനക്കൊരു കൈയില്ല, നിന്റെ മറ്റേ കൈ ഞങ്ങൾ വെട്ടിയെടുക്കുന്നു. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് വാദോരാത പ്രസംഗം നടത്തുന്ന KSUവും കോൺഗ്രസും എന്തെങ്കിലും ഇതിൽ നിലപാട് വ്യക്തമാക്കണം. അതുമാത്രമല്ല, അവിടുത്തെ ബഹുമാനപ്പെട്ട MLA കൗണ്ടർ കേസിൽ വ്യാജമായി കടന്നവരെ കാണാൻ പോയി. അക്രമ രാഷ്ട്രീയത്തിനെതിരെ വാദോരാത പ്രസംഗിക്കുന്നവർ എന്തുകൊണ്ടാണ് അവിടെ വെട്ടേറ്റ് കിടക്കുന്ന ആ അംഗപരിമിതനായ SFI പ്രവർത്തകനെ കാണാൻ പോയത്? ഇങ്ങനെ സാമ്പത്തികവും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവിനെയാണ് ഈ രീതിയിൽ വേട്ടയാടി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതുമാത്രമല്ല, അരുവിക്കരയിൽ ഞാൻ എന്ന പേര് തന്നെ പറയാം, അവിടുത്തെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വെട്ടി കടന്ന പരിക്കേറ്റ ആളുകളെ കാണാൻ പോയി. അവിടെ അത്ര പോലും SFI നേതാക്കന്മാരെ കാണാൻ പോയിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോ യൂത്ത് കോൺഗ്രസിന് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ക്രമസമാധാനം തകർന്നു എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമമാണ് ഭാഗത്തുണ്ടാവുന്നത്, UDFന്റെ ഭാഗത്തുണ്ടാവുന്നത്. അരുവിക്കരയിൽ നമ്മൾ കണ്ടു, ഒരു വൃദ്ധയായ സ്ത്രീയെ അവിടുത്തെ MLAയുടെ ഗുണ്ടാസംഘം എന്ന് പറയുന്നതാണ് ആക്രമിച്ചത്. മാപ്പ് പറഞ്ഞു. ഇത്തരം ആക്രമണങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് അഭിപ്രായം പറയണം. സച്ചു സദാനന്ദൻ എന്ന ഒരു വിദ്യാർത്ഥി നേതാവിന്റെ കൈവെട്ടിയെടുത്തുമായി ബന്ധപ്പെട്ട ഉന്നതതല ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. അതിൽ ഞങ്ങൾ ആരോപിക്കുന്നത് കോൺഗ്രസിന്റെ DCC ഉൾപ്പെടെ നേതൃത്വത്തിന് ആ വധശ്രമത്തിൽ പങ്കുണ്ട്. അതിലെ മുഴുവൻ പ്രതികളെയും പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം. പോയിട്ട് അങ്ങ് തന്നെ കേട്ടതല്ലേ ഇത്? ഇവിടെ എന്റെ നിയോജകമണ്ഡലം അല്ലത്. സ്ഥലം MLA പോയില്ല എന്ന് പറഞ്ഞ സുരേഷ് കുറുപ്പിനെ കുറിച്ചാകും എന്ന് കരുതി ഞാനിവിടെ അനങ്ങാതിരുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് എലുക അറിയില്ല, ഏരിയ അറിയില്ല, സ്ഥലം അറിയില്ല. അതുകൊണ്ടാണ് സുരേഷ് കുറുപ്പ് ഇവിടെ പ്രതിനിധീകരിക്കുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ MLA ഞാനാണെന്നുള്ള തെറ്റിദ്ധാരണ പറഞ്ഞത്. സർ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയത് യൂത്ത് കോൺഗ്രസിന്റെ അതിരമ്പഴ മണ്ഡലം പ്രസിഡന്റ് ജിമ്മിന്റെ ഒരു തോള് അടിച്ച് തകർത്ത് താഴെയായി. അത് കാണാൻ വേണ്ടി ഞാൻ പോയതാണ്. സാർ, ഞാൻ മെഡിക്കൽ കോളേജിലാണ് പോയത്. സാർ, അത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. സാർ, ഈ ഒരു അക്രമ സംഭവമായിട്ട് അതങ്ങനെ കൂട്ടിച്ചേർത്ത് പറയുന്നത് ശരിയാണോ? സാർ, ഒന്നാമത്തെ ഷംസീറിന് ഈ പ്രദേശം അറിയില്ലല്ലോ, ഒന്നും അറിയില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് അറിയുമല്ലോ. മുഖ്യമന്ത്രി അവിടെ SP ആയിട്ട് ചോദിച്ചാൽ മതിയല്ലോ. സാർ, എന്റെ ഒന്നും പണി അതൊന്നും അല്ല. എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിയമസഭയിൽ വരാനും ജനങ്ങളുടെ പ്രശ്നം ഇവിടെ അവതരിപ്പിക്കാനാണ്. സാർ, സുരേഷ് കുറുപ്പ് വേണ്ടിയിരുന്നില്ലല്ലോ. സുരേഷ് കുറുപ്പ് അക്ഷരം പറയുന്നില്ലല്ലോ. നമ്മുടെ ഷംസുദ്ദീനോട് അങ്ങ് ചോദിച്ചു. ഇവിടെ ഷംസുദ്ദീനോട് മറ്റേ നമ്മുടെ അട്ടപ്പാടിലുള്ള നമ്മുടെ മണ്ണാർക്കാട്ടെ MLA ഷംസുദ്ദീനോട് ചോദിച്ചു, മലപ്പുറത്തെ കാര്യം എന്തിനാ ഷംസുദ്ദീൻ പറഞ്ഞത്? അവിടെ പറയാൻ ആളില്ലാത്തത് കൊണ്ടും ഇത് സത്യമല്ലാത്തത് കൊണ്ടും അല്ലേ എന്നുള്ളതാണ് അങ്ങയുടെ ആർഗ്യുമെന്റ്. ഞാൻ തിരിച്ചു ചോദിച്ചാൽ, സത്യമല്ലാത്തത് കൊണ്ടല്ലേ സുരേഷ് കുറുപ്പ് പറയാത്തത്? അതുകൊണ്ടല്ലേ സുരേഷ് കുറുപ്പ് അതിൽ ഇടപെടാത്തത്? സാർ, ഈ കാര്യത്തെ കുറിച്ച് ഒരു കാര്യം നമ്മള് 500 കിലോമീറ്റർ അകലെയുള്ള ഒരു നിയോജകമണ്ഡലത്തിലെ പ്രതിനിധിയാണ് ഇത് പറയാൻ. എന്ത് ന്യായമാണ് സാർ? ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്റെ പേര് അതിനകത്ത് വലിച്ചെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ അതങ്ങ് തിരുത്തിയാൽ മതിയല്ലോ. സുരേഷ് കുറുപ്പ് പോയില്ല, സുരേഷ് കുറുപ്പ് മിണ്ടാതിരിക്കുന്നു. ഇവിടെ ഷംസീർ ഉത്തരവാദിത്വത്തോടു കൂടി അത് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞപ്പോ എണീറ്റില്ലല്ലോ. ശ്രീ ഷംസീർ അത് ഉത്തരവാദിത്വത്തോടു കൂടി ഉന്നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാ. എൻ്റെ നിയോജക മണ്ഡലത്തിൽ നടന്ന
SFI പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം SFIയുടെ അടുത്ത കാലത്ത് മാത്രം ഭാരവാഹി സ്ഥാനം ഒഴിഞ്ഞ ഷംസീർ ഉന്നയിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. അവിടെ നഗ്നമായ ആക്രമണമാണ് യൂത്ത് കോൺഗ്രസും KSUക്കാരും വാടക ഗുണ്ടകളെ കൊണ്ട് നടത്തിച്ചത്. SFI വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റിയ സംഭവത്തിൽ മുൻ SFI നേതാവായ ബഹുമാനായ അംഗം ഉന്നയിക്കുന്നതിൽ യാതൊരു അപ്രസക്തമായ നിലയുമില്ല. അത് പ്രസക്തം തന്നെയാണ്. ഇത് എന്ത് പരിപാടിയാണ് CMA? കഴിഞ്ഞ ദിവസം തിരൂരിലെ വിഷയം മണ്ണാർക്കാട് MLA സഭയിൽ അവതരിപ്പിച്ചപ്പോൾ താങ്കൾ മലപ്പുറത്തെ MLAമാരുടെ ചേതോവികാരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോൾ സുരേഷ് കുറുപ്പിന് ഈ വികാരം ബാധകമല്ലേ എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് വാരാന്ത്യ ഡെമോക്രസി അവസാനിക്കുകയാണ്. പുതിയ വിഭവങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.